عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിന്റെ മഹത്താനുഗ്രഹത്താൽ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മള് 2 മാസം നീണ്ടു നിൽക്കുന്ന വാരാന്ത്യ ഹദീസ് പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ വളരെ പ്രശസ്തമായ അതോടൊപ്പം വളരെ ഹ്രസ്വമായ ഒരു ഹദീസ് ഗ്രന്ഥമാണ് ഇമാം നവവിയുടെ അൽ അർബഊൻ അൻ നവവിയ്യ എന്ന ഗ്രന്ഥം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ടെക്സ്റ്റ് കയ്യിൽ കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള, നമ്മുടെ നിത്യജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന, അതോടൊപ്പം നമുക്ക് പഠിക്കാൻ വളരെ സരളമായ ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നൊക്കെ സമാഹരിച്ച വളരെ സഹിയായ ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഇമാം നവവിയുടെ ഹദീസ് സമാഹാര ഗ്രന്ഥമാണ് അൽ അർബഊൻ അൻ നവവിയ്യ. അഥവാ ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്നാണ് അതിന് പറയുക. നമുക്കെല്ലാം അറിയാം, ഇസ്ലാമിലെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ 2ാമത്തെ പ്രമാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അത് പഠിക്കുക, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെയും അന്ത്യനാളിനെ പ്രതീക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഏറ്റവും ഉദാത്തമായ മാതൃകയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അതോടൊപ്പം ആരെ അനുസരിക്കുക? വഅതിഉർ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക. ചില ആളുകൾക്ക് ഒരു വാദമുണ്ടെന്നാണ്, വിശുദ്ധ ഖുർആൻ മാത്രം മതി, ഹദീസുകൾ നമുക്ക് ആവശ്യമില്ല എന്ന വാദം പറയുന്ന ആളുകൾ. സത്യത്തില് വളരെ അടിസ്ഥാനരഹിതമായ വാദമാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്ത്? വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കുക, റസൂല് വിലക്കി നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. അതുപോലെ സൂറത്തുൽ നഹ്ലിൽ അള്ളാഹു പറയുന്നു, വൻസൽനാ ഇലൈക്കൽ കിതാബ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, നിങ്ങൾ അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥം അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. അപ്പൊ ഖുർആന് വിശദീകരിച്ചു തരേണ്ടത് ആരാണ്? നമുക്ക് അള്ളാഹിന്റെ ഖുർആന് വിശദീകരിച്ചു തരേണ്ടത് ആരാണ്? അള്ളാഹിന്റെ റസൂലാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലിന്റെ വാക്കുകൾ, റസൂലിന്റെ പ്രവർത്തനങ്ങൾ, റസൂലിന്റെ മൗനാനുവാദങ്ങൾ, ഇസ്ലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അതാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ കഴിഞ്ഞാൽ 2ാമത്തെ പ്രമാണമാണിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അല്ലെങ്കിൽ തിരു സുന്നത്ത്, പ്രവാചക ചര്യ എന്നൊക്കെ അറിയപ്പെടും. അത് കൃത്യമായിട്ട് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വേറെ ഒരു സമുദായത്തിനും ലഭിക്കാത്ത ഒരു അനുഗ്രഹമാണെന്ത്? ഈ സനദുകൾ എന്ന കാര്യം. ഇസ്നാദു മിനദ്ദീൻ, ദീനിൽപ്പെട്ടതാണ് സനദ്. സനദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മളൊരു ഹദീസ്, ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസുകൾ ഓരോന്നും അവസാനം നമ്മൾ പറയും, ബുഖാരി ഉദ്ധരിച്ചു, മുസ്ലിം ഉദ്ധരിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ പറയും, അല്ലെ? എന്താണ് ഈ ബുഖാരി ഉദ്ധരിച്ചു, മുസ്ലിം ഉദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞാല്?
ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ജാമിഉ സ്വഹീഹ് എന്ന ഗ്രന്ഥത്തില് അദ്ദേഹം ഇന്ന ആളിൽ നിന്ന് കേട്ടു, അയാൾ ഇന്ന ആളിൽ നിന്ന് കേട്ടു, അയാൾ ഇന്ന ആളിൽ നിന്ന് കേട്ടു, അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വരെ, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു വരെ, അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ, അല്ലെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരെ, അങ്ങനെ ഏതെങ്കിലും ഒരു സഹാബി വരെ എത്തുന്ന പരമ്പര. എന്നിട്ട് ആ സ്വഹാബിയാണ് എന്ത് പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? അപ്പൊ സത്യത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുമൊഴികളാണ് പഠിക്കുന്നത്. അത് ഒരു സമുദായത്തിന് കിട്ടാത്ത അനുഗ്രഹമാണ്. വേറെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളോ ഇതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എല്ലാ മുമ്പുള്ള പ്രവാചകന്മാരും അവരുടെ ആ കാലഘട്ടത്തിലേക്കോ ആ രാജ്യത്തിലേക്കോ അയക്കപ്പെട്ടവരായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ്, ഇലന്നാസി കാഫ, അല്ലെ? ജനങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഖിയാമത്ത് നാൾ വരെയുള്ളവരിലേക്ക് അയക്കപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിവിടെ നിലനിൽക്കൽ അത്യാവശ്യമാണ്. അതുപോലെ സൂറത്ത് ഖിയാമയിൽ അള്ളാഹു പറയുന്നത് സുമ്മ ഇന്ന അലൈനാ ബയാന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അതിങ്ങനെ പഠിച്ചെടുക്കാൻ വേണ്ടി ധൃതിയിൽ ഓതുമ്പോൾ അള്ളാഹു പറയണത് ലാ തുഹർരിക ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. നബി, നിങ്ങളത് ബേജാറായിട്ട് ധൃതിപ്പെടേണ്ട കാര്യമില്ല. നാം അത് ഓതിത്തരും, നാം അത് സംരക്ഷിച്ചു തരും. അപ്പൊ ഖുർആനെ സംരക്ഷിച്ചാണെന്നുള്ളതിൽ ഒരു സംശയമില്ല, അല്ലെ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു, അള്ളാഹു സംരക്ഷിക്കും. അതോടൊപ്പം തന്നെ അള്ളാഹു എന്തും സംരക്ഷിക്കും. സുമ്മ ഇന്നാ അലൈനാ ബയാന, അല്ലെ? അതിന്റെ വിശദീകരണവും നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ആ വിശദീകരണം ഇവിടെ നിലനിൽക്കൽ അത്യാവശ്യമാണ്. അള്ളാഹു സംരക്ഷിക്കും. പക്ഷെ രണ്ട് രൂപത്തിലാണ് സംരക്ഷിച്ചത്. ഖുർആൻ അള്ളാഹു ആ ഖുർആനെ അതുപോലെ സംരക്ഷിച്ചു. അഥവാ ആ വിശുദ്ധ ഖുർആനിനെ തലമുറകളായിക്കൊണ്ട് വാമൊഴിയായിക്കൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു മാറ്റവും വരാതെ സംരക്ഷിക്കപ്പെടുന്നു. തിരുസുന്നത്ത് അഥവാ ഹദീസുകൾ സംരക്ഷിക്കപ്പെടുന്നത് ഇസ്നാദിലൂടെയാണ്. അഥവാ നേരത്തെ പറഞ്ഞ സനദുകൾ. എന്താ സനദ് പറഞ്ഞാൽ? ആ ഹദീസ് ഉദ്ധാരകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പരമ്പരക്ക് പറയുന്ന പേരാണ് എന്ത്? അൽ ഇസ്നാദ്. അപ്പൊ ആ സനദ് പരിശോധിച്ചാൽ ഇത് പ്രത്യേകമായി ചർച്ച ചെയ്യുന്ന, നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല, അതിന് പറയുന്ന ഒരു പഠനശാഖ തന്നെ ഉണ്ട്. അതിന് പേരാണ് ഉസൂലുൽ ഹദീസ് അല്ലെങ്കിൽ മുസ്തലഹുൽ ഹദീസ് എന്നൊക്കെ പറയും. അതൊക്കെ ഈ ഉമ്മത്തിന് ലഭിച്ച വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ വലിയ അനുഗ്രഹമാണ് മുസ്തലഹുൽ ഹദീസ്, ഉസൂൽ ഹദീസ് ഒക്കെ. അത് പഠിച്ചാൽ മനസ്സിലാവുന്നത്, ഒരു സനദ് പരിശോധിച്ചാൽ അതില് ആ റാവിമാർ ആരൊക്കെയാണുള്ളത്, പിന്നെ ആ റാവിമാരുടെ ചരിത്രം പറയുന്ന വേറെ പഠനശാഖകൾ ഇൽമുർ റിജാൽ എന്ന് പറയും. അതിൽപ്പെട്ടാണ് തഹ്ദീബുൽ കമാൽ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ. ഒരു റാവിനെടുത്താൽ, ഒരു റാവി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹദീസ് നിവേദകൻ, അല്ലെ? ആ റാവിയുടെ അയാൾ എന്ന് ജനിച്ചു, എന്ന് മരണപ്പെട്ടു, അയാൾ എവിടുന്നാണ് ഹദീസ് കേട്ടത്, അയാൾ കളവ് പറയുന്ന ആളായിരുന്നോ, സത്യസന്ധനായിരുന്നോ, അതിലായിരുന്നോ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളായിരുന്നു, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അന്നൊക്കെ അവരതിൽ നേടിയെടുക്കാൻ വേണ്ടി ഒരു ഹദീസിന് വേണ്ടി ഒരു മാസമൊക്കെ സഞ്ചരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികള് പിന്നീട് ഓരോ രാജ്യത്തേക്ക് യാത്ര ചെയ്തു, അല്ലെ? മിസ്രിലേക്ക് പോയി, ഷാമിലേക്ക് പോയി, ഒരുപാട് രാജ്യങ്ങളിലേക്ക് വരും. കാരണം അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞെന്താണ്? ഫലിബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഇവിടെ ഉള്ളവരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അവരെല്ലാവരും അവിടെ തന്നെ നിന്ന് ഇബാദത്ത് ചെയ്ത് പള്ളി കൂടല്ലേ ചെയ്ത്. അവരെന്താ ചെയ്ത്? വിവിധ ദിക്കുകളിലേക്ക് യാത്ര ചെയ്തു. അതുകൊണ്ട് തന്നെ മദീനയിൽ ഇല്ലാത്ത ചില ഹദീസുകൾ മിസ്റിൽ ഉണ്ടായിരുന്നു. എന്താ അങ്ങനെ വരാൻ കാരണം? ആ സഹാബിൽ മിസ്റിലായിരിക്കും ദഅവത്തിന് പോയത്, അല്ലെങ്കിൽ ജിഹാദിന് പോയത്. മിസ്റിൽ ഇല്ലാത്ത ഹദീസ് ചിലപ്പോൾ ഷാമിൽ ഉണ്ടാവും. കാരണം ആ ഹദീസ് കേട്ട സഹാബി ഷാമിലായിരിക്കും. അങ്ങനെ പല സഹാബികളും പല രാജ്യങ്ങളിലായപ്പോ അതിന്റെ സംരക്ഷണത്തിനും അതിന്റെ സമാധാനത്തിനും വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്തു, വർഷങ്ങളോളം പ്രയത്നിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇന്നിപ്പോ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് durar.com, അല്ലെ? അതിലെ ഓരോ ഹദീസുകളും അതിന്റെ നിവേദകൻ ആരാണ്, അത് ആരാണ് ഉദ്ധരിച്ചത്, സ്വഹീഹ് ആണോ ഹസനാണോ ദഈഫാണോ കൃത്യമായിട്ട് അറിയാം. അതുപോലെ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ വന്ന മുഴുവനായും സ്വഹീഹ് ഹദീസുകൾ, മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ, അതുപോലെ 4 സുനനുകൾ,
തിർമിദി, ഇബ്നു മാജ, അതുപോലെ തന്നെ നസായി, അബൂദാവൂദ്, അതുപോലെ ഇമാം അഹമ്മദിന്റെ മുസ്നദുകൾ, ആയിരക്കണക്കിന് ഹദീസ് ഉദ്ധരിക്കുന്ന മുസ്നദ് അഹമ്മദ്, അതിനൊക്കെ പിന്നീട് അതിലെ തന്നെ ചില റിവായത്തുകൾ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ അതിനെ പ്രബലപ്പെടുത്തിയതും അതിന്റെ പ്രത്യേകമായ അതിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടുള്ള അതിന്റെ സ്വയവും വൈഫും അസനൊക്കെ നിർണ്ണയിക്കുന്ന വേറെ ഗ്രന്ഥങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹദീസുകൾ വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ആദ്യമായിട്ട് ദീനിൽ സംശയം ഉണ്ടാക്കുന്ന ആളുകൾ ഹദീസിലാണ് സംശയം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഒരാളും ചിന്തിക്കേണ്ടതില്ല എന്ത്, ഖുർആൻ ഇപ്പൊ ഏതായാലും നമ്മളെ കയ്യിലുണ്ട്, ഹദീസൊക്കെ നമുക്ക് എന്താണ്, ഹദീസൊക്കെ ഉണ്ട്, പക്ഷെ ചിലത്തൊക്കെ ഒരു സംശയമല്ലേ അങ്ങനെ വരുന്ന ആളുകൾ. അങ്ങനെയല്ല, ഹദീസുകൾ കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ ഹദീസുകൾ പിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് മാത്രം പരിശോധിച്ചാൽ മതി, മുസ്തലഹുൽ ഹദീസ് അല്ലെങ്കിൽ ജർഹു തഅദീലിന്റെ ഗ്രന്ഥങ്ങൾ അതിനെപ്പറ്റി എന്താ പറഞ്ഞു നോക്കിയത്. അപ്പൊ നമുക്ക് ഇന്ന് ആധുനിക ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഷെയ്ഖ് അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹ ഹദീസുകളുടെ സമാഹാരം. മറ്റൊരു ഗ്രന്ഥമാണ് സിൽസിലത്തുൽ അഹാദീസ് ദഈഫ, ദഈഫായ ഹദീസുകളുടെ സമാഹാരം. അതെല്ലാം ഒരുപാട് വാല്യംസ് ഉണ്ട്, ഒരുപാട് വാല്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം എന്തുണ്ട്, ഓരോ ഹദീസും അതിന്റെ നിവേദകനും അതിന്റെ റിവായത്തും ഒക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും മൗലാനുവാദങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഇവിടെ അള്ളാഹു എന്തിട്ടുണ്ട്, അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് പരലോകത്ത് മോക്ഷം നേടാൻ മതിയായ കാര്യങ്ങൾ ഇവിടെ നിലനിർത്തും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് അഖീമുസ്സലാ വആതു സക്കാ. എന്താ അങ്ങനെ പറഞ്ഞാല്, നിങ്ങൾ അഖീമുസ്സലാ പറഞ്ഞാൽ എന്താ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. വാതു സക്കാ പറഞ്ഞാൽ എന്താ, സക്കാത്ത് കൊടുക്കണം. ഇത് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന്, എത്ര കൊടുക്കേണ്ടത്, എങ്ങനെയാ നിസ്കരിക്കേണ്ടത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? നമസ്കാരം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തസ്ലീം വരെ അതിന്റെ വിശദീകരണം എവിടെ വന്നത്, ഏതിലാ വന്നത്? ഹദീസിലാണ് വന്നത്. അപ്പൊ ഹദീസുകൾ ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാല് നിസ്കാരം എങ്ങനെ നിസ്കരിക്കുക എന്ന് ഉമ്മത്തിന് പ്രമാണമില്ല എന്ന് വരും. അതുപോലെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സമ്പത്തുകളുടെയും സക്കാത്ത് ഉണ്ട്. സ്വർണത്തിന്റെ സക്കാത്ത്, വെള്ളിയുടെ സക്കാത്ത്, ആട് മാടുകളുടെ സക്കാത്ത്, ഒട്ടകത്തിന്റെ സക്കാത്ത്, ഉറൂദ് തിജാറ കച്ചവട വസ്തുക്കളുടെ സക്കാത്ത്, ഭൂമിയിൽ നിന്ന് വിളവെടുക്കുന്നത് നനച്ചുണ്ടാക്കി എത്ര കൊടുക്കണം, മഴവെള്ളത്തിൽ നനഞ്ഞ എത്ര കൊടുക്കണം, ഓരോന്നും കൃത്യമാണ്. അതെല്ലാം ക്ലിപ്തപ്പെടുത്തപ്പെട്ട് പറയപ്പെട്ടത് എവിടെയാണ്? ഹദീസുകളിലാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഖുർആൻ ഇവിടെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ വിശദീകരണം ഇവിടെ നിലനിർത്തുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുന്നതിന്റെ പ്രാധാന്യവും അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനത്തെ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞ, അല്ലെ, നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾപ്പെട്ടാണ് തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. ഞാൻ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത്, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോകില്ല. എന്തൊക്കെയാണത്? കിതാബ് അല്ലാഹ് വസുന്നതി, അല്ലെ, അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ, എന്റെ തിരുചര്യയും പ്രവാചക ചര്യയും. അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. പ്രത്യേകിച്ച് പല രൂപത്തിലുള്ള ഫിത്നകള്, ശുബഹാത്തിന്റെയും ഷഹവാത്തിന്റെയും ഒരുപാട് ഫിത്നകളും കുഴപ്പങ്ങളും നിറയുന്ന കാലഘട്ടത്തിൽ നമുക്ക് രക്ഷാമാർഗം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞത് ഈ ഖുർആനും സുന്നത്തും തന്നെയാണ്. അതിന് മുൻഗാമികൾ അനുഭവിച്ച ത്യാഗം നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് വളരെ എളുപ്പമാണ്. ഓരോ ഹദീസുകളും അത് സ്വയവും ലൈഫും കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് പഠിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഇനിയിപ്പോ ഒരാൾക്ക് അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ എല്ലാ ഭാഷയിലും ലഭ്യമാണ്, അതിന്റെ വിശദീകരണങ്ങളും ലഭ്യമാണ്. പക്ഷെ നമ്മൾ അതിനൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ആരെങ്കിലും അറിവന്വേഷിച്ചൊരു വഴിയിൽ ഇറങ്ങിയാൽ, നിങ്ങളെല്ലാവരും ഒന്ന് ഡ്യൂട്ടിയും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദീനീ പഠന സദസ്സിലേക്ക് വന്നതാണ്, നമ്മുടെ ഹദീസ് പഠിക്കാൻ വന്നതാണ്. ആ ഉദ്ദേശത്തിൽ ഇറങ്ങിയാൽ തന്നെ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അതുവഴി അള്ളാഹു സ്വർഗത്തിലേക്കുള്ള മാർഗം അവന് എളുപ്പമാക്കും, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി കൊടുക്കും. അത് ആലിമാണ് പണ്ഡിതനാണെന്നുള്ള ശബ്ദം പറഞ്ഞിട്ടില്ല, അതായി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ അതിനിറങ്ങിയ വിദ്യാർത്ഥിക്ക് വേണ്ടി തന്നെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നും അവരോടുള്ള സന്തോഷം കൊണ്ട് മലക്കുകൾ ചിറക് വിരിക്കുമെന്നും അള്ളാഹു അവർക്ക് വേണ്ടി, അവരെ കുറിച്ച് അള്ളാഹു മലക്കുകൾ അഭിമാനം പറയുമെന്നൊക്കെ ഹദീസിൽ കാണാം.
അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് സമാഹാരങ്ങൾ ഏറ്റവും ഹ്രസ്വവും സരളവും പഠിക്കാൻ എളുപ്പവുമുള്ള തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ നബിസ്വല്ലല്ലാഹു ഈ ഹദീസുകളെ, പ്രത്യേകിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള ഹദീസുകൾ സമാഹരിച്ച ഇമാം നവവിയുടെ അർബഉൻ നവവിയിലെ ഒന്നാമത്തെ ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. അതിന്റെ ടെക്സ്റ്റുകൾ ഓരോന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇമാം നവവി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരിചയമുള്ള പണ്ഡിതനാണ്. ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന വലിയ മുഹദ്ദിസാണ്. അതോടൊപ്പം ഫഖീഹുമാണ്. ഒരു മദ്ഹബിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തെല്ലായിടത്തും അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഓരോ തഅലീഫുകളും അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചെയ്തതായിരുന്നു എന്ന് കൂടുതൽ തെളിയിക്കുന്ന വലിയ സ്വീകാര്യത ലഭിച്ച പണ്ഡിതനാണ് അദ്ദേഹം. അതിന് ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഈ അർബഉൻ നവവിയ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ. അതുപോലെ തന്നെ മറ്റൊരു ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ. അല്ലെ, റിയാദുസ് സാലിഹീൻ നമ്മൾ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അതും ഇതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് ഹദീസുകളെ സമാഹരിച്ച ഗ്രന്ഥമാണ്. ഇതിൽ ഒന്നാമത്തെ ഹദീസ് പറയുന്നു, അൻ അബീ ഹഫ്സിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും അമലുകൾ, കർമ്മങ്ങൾ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എല്ലാവർക്കും അവർ ഉദ്ദേശിച്ചത് എന്താണോ അതാണ് ലഭിക്കുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെയെങ്കിലും ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ അവന് അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോയവരുടെ പ്രതിഫലം ലഭിക്കും. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹ അവ ഇംറഅത്തിൻ യൻകിഹുഹ, ഇനി ആരുടെയെങ്കിലും ഹിജ്റ എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണെങ്കിലോ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ അവന്റെ ഹിജ്റ, അവൻ ആ ഉദ്ദേശം എന്താണോ അതിലേക്കുള്ളതാണ്. വളരെ ഹ്രസ്വമായ എന്നാൽ ഒരുപാട് ആശയങ്ങൾ അടങ്ങിയ ഹദീസാണ് ഇത്. ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത മുത്തഫഖുൻ അലൈഹി ഹദീസ്. നമ്മൾ മുത്തഫഖുൻ അലൈഹി ഹദീസ് എന്താണ്? ബുഖാരി മുസ്ലിം ഒന്നിച്ച് നിവേദനം ചെയ്തതിനാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. അത് ഏറ്റവും ടോപ്പിലുള്ള ഹദീസാണ് അല്ലെ. പിന്നെ അതിന്റെ നേരെ താഴെ ബുഖാരി നിവേദനം ചെയ്ത ഹദീസുകൾ, പിന്നെ മുസ്ലിം നിവേദനം ചെയ്ത ഹദീസുകൾ. അപ്പൊ ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത സഹാബികളുടെ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമാണ് അത് സഹാബികളുടെ കൂട്ടത്തിൽ റിവായത്ത് ചെയ്തത്. എന്നാൽ അത് ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത വളരെ പ്രബലമായ സ്വഹീഹായ ഹദീസാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? നമ്മൾ ഒരുപാട് കേട്ട ഹദീസാണ്. അതോടൊപ്പം ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാര് പറഞ്ഞാണത് 3 ഹദീസുകൾ ദീനിന്റെ അടിത്തറയാണെന്ന് പറഞ്ഞ ഹദീസിൽപ്പെട്ട ഒന്നാമത്തെ ഹദീസാണ്. അതിലൊന്ന് ഈ ഹദീസാണ്. 3 ഹദീസുകൾ ദീനിന്റെ അടിത്തറയാണ്. ഒന്ന് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഈ ഹദീസാണ്. രണ്ടാമത്തത് നമുക്ക് ഇനി പഠിക്കാൻ വരുന്ന ഒരു ഹദീസ് തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, നമ്മുടെ ഇത് മതപരമായ കാര്യത്തിൽ അത് ഇല്ലാത്ത ആരെയും ചെയ്താൽ തള്ളപ്പെടുമെന്ന ഹദീസാണ്. മൂന്നാമത്തത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ എന്ന് തുടങ്ങുന്ന കച്ചവട വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഹലാലും ഹറാമും സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഹദീസാണ്. ഈ 3 ഹദീസുകളെ കുറിച്ച് പറയാറുണ്ട്, ദീനിന്റെ നിയമങ്ങളുടെ അടിത്തറയാണ് ഈ 3 ഹദീസുകൾ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. എന്താ അർത്ഥം? വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന വാക്കാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ സാധാരണ പറയുന്ന എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിയ്യത്ത് നന്നാകണം, ഉദ്ദേശം നന്നാകണം. അപ്പൊ എല്ലാ കാര്യങ്ങളും ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തർക്കും അവൻ ഉദ്ദേശിച്ചത് തന്നെ കിട്ടുള്ളൂ. അതായത് ഒരേ കർമ്മം ഒരേ സ്ഥലത്ത് ഒരേ രൂപത്തിൽ രണ്ടാൾ ചെയ്യുന്നു, രണ്ടാളുടെയും പുണ്യത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, പ്രതിഫലത്തിൽ മാറ്റം ഉണ്ടാവും. കാരണം എന്താ? ഉദ്ദേശത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അതാണ് അടുത്ത് പറയുന്നത്, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. എന്താ ഹിജ്റ എന്ന് പറഞ്ഞാല്? ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം
വെടിയുക എന്നാണ്. ഒരാള് തെറ്റുപേക്ഷിക്കാൻ, പാപം ഒഴിവാക്കാൻ അതിന് ഹിജ്റ എന്ന് പറയും അല്ലെ. അൽ മുഹാജിറു മൻ ഹജറദ്ദുനു അല്ലെ, ഹജറ മഅസിയത്തുല്ലാഹ് എന്നൊക്കെ പറയുന്നത്. അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിന് വെടിഞ്ഞു നിൽക്കുന്നവൻ മുഹാജിറാണെന്ന് പറയും. അതുപോലെ അൽ മുജാഹിദ് മൻ ജാഹദ നഫ്സഹു, സ്വന്തത്തോട് യുദ്ധം ചെയ്യുന്നവൻ ഏറ്റവും നല്ല പോരാളി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് ഭാഷാപരമായിട്ട് അത് ഹിജ്റാണ്. എന്നാൽ ശറഈയായിട്ട് ഹിജ്റ എന്ന് പറയാ, ഒരു രാജ്യത്ത് നമുക്ക് ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അതിന് പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് എന്ത് പറയാ, ഹിജ്റ എന്ന് പറയും അല്ലെ. ഒന്നാമത്തെ ഹിജ്റ എങ്ങോട്ടായിരുന്നു ഇസ്ലാം ചരിത്രത്തില്? അബസീനയിലേക്കായിരുന്നു. അത് ഇസ്ലാമിക രാജ്യമായിരുന്നോ? അല്ല, ക്രിസ്ത്യൻ രാജ്യമായിരുന്നു അല്ലെ. അന്ന് നജാഷി എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ റൂളർ ആയിരുന്നു അവിടെ. അദ്ദേഹം വളരെ നീതിപൂർവം ഭരണം നടത്തുന്ന ഒരാളായിരുന്നു. നബി പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ പീഡനം സഹിക്കാതെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ, അദ്ദേഹത്തിന്റെ അടുക്കൽ ആരും ആക്രമിക്കപ്പെടില്ല, അദ്ദേഹം നീതിയുള്ള ആളാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഹിജ്റ, ഇസ്ലാമിൽ ഏറ്റവും അറിയപ്പെട്ട ഹിജ്റ അങ്ങോട്ടായിരുന്നു? മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയായിരുന്നു അല്ലെ. അതാണ് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഹിജ്റ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിജ്റ വർഷം എന്നൊക്കെയുള്ള കലണ്ടറുകളൊക്കെ, തീയതികളൊക്കെ രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ അതിന് വലിയ പുണ്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത് ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. അതുപോലെ തന്നെ വമൻ യുഹാജിർ ഫീ സബീലില്ലാഹ് യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റാതായാൽ, ഇപ്പൊ നമ്മള് അത് രാജ്യം വിട്ടു പോകണമെന്നില്ല, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് ഇസ്ലാമിയായിട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു ചുറ്റുപാടിലേക്ക് മാറുന്നത് പോലും എന്താണ്, ഹിജ്റയാണ്. അല്ല, നമ്മൾ ജോഗ്രഫിക്കൽ ബോർഡർ ക്രോസ് ചെയ്താലേ ഹിജ്റാവൊന്നുമില്ല അല്ലെ. നമ്മള് താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ചുറ്റുപാടുകൾ നമ്മെ തെറ്റിലേക്ക് ക്ഷണിക്കണം. അപ്പൊ നമ്മൾ ആ സ്ഥലം വിട്ട് വേറെ നല്ലൊരു സ്ഥലത്തേക്ക് പോകണം, അതും ഹിജ്റ തന്നെയാണ്. അല്ലാതെ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല, രാജ്യം വിട്ടു പോകണമെന്ന് ഷർത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലത്ത് പോയി ഇസ്ലാമികമായി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. എത്രത്തോളം ആ ഉദ്ദേശത്തിൽ ഒരാൾ പുറപ്പെട്ട് അയാൾ മരണപ്പെട്ടാൽ അയാളുടെ പുണ്യത്തെ കുറിച്ച് അള്ളാഹു പക്കത്ത് വഖഅ അജ്റുഹു അലല്ലാഹ്, അവന്റെ പ്രതിഫലം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. ആയത്ത് അവതരിക്കപ്പെട്ടത് ഒരു വൃദ്ധനായ ഒരു സഹാബിയുടെ വിഷയത്തിലാണ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ടാവുക ചരിത്രം. ഒരുപാട് ആളുകൾക്ക് ഹിജ്റ പോയി, ചില ആളുകൾ രഹസ്യമായിട്ട് പോയി, ഉമർലാനെ പോലുള്ള ആളുകളൊക്കെ പരസ്യമായിട്ട് ഖുറൈശികളെ വെല്ലുവിളിച്ചിട്ട് പോയി. അപ്പോ അള്ളാഹു ഉതിർ കൊടുത്ത ആളുകളുണ്ടായിരുന്നു, സ്ത്രീകള്, കുട്ടികള്, വൃദ്ധന്മാര്, അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു ഉതിർ കൊടുത്തിരുന്നു. പക്ഷെ അതിൽ പെട്ട ഒരു സഹാബിക്ക് വല്ലാത്ത വിഷമം. കാരണം മദീനയില് റസൂലും സഹാബത്തും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതും ഇസ്ലാമികമായ കാര്യങ്ങൾ പറയുന്നതും അതൊക്കെ ഇങ്ങനെ അദ്ദേഹം മനസ്സിൽ കണ്ടു. അപ്പൊ അങ്ങോട്ട് എത്താൻ വല്ലാത്ത ആഗ്രഹം. അദ്ദേഹം പോകാൻ അറിയുമ്പോ മക്കള് പറഞ്ഞു, ഉപ്പ അങ്ങനെ ഇളവ് നൽകപ്പെട്ട ആളുകൾപ്പെട്ട ആളല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഈ വാഹനപ്പുറത്ത് ഇരുത്തിക്കോളൂ, ഞാൻ എങ്ങനെയെങ്കിലും റസൂലിന്റെ അടുക്കൽ എത്തട്ടെ. അങ്ങനെ മക്കയിൽ നിന്ന് തന്നഈമിലെത്തിയപ്പോ അദ്ദേഹം രോഗം മൂർച്ഛിച്ച് മരണപ്പെടുകയാണ്. അവിടെ താഴെ കിടന്നിട്ട് അദ്ദേഹം ഒരു കയ്യിൽ ആദ്യം അടിച്ചു, അല്ലാഹുമ്മ ഹാദിഹി ബൈഅതി ലക്, അല്ലാഹു ഇത് ഞാൻ നിനക്ക് നൽകുന്ന ബൈഅത്താണ്. പിന്നെ ഒന്നും കൂടി കയ്യിലടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹാദിഹി ബൈഅതി ലിറസൂലിക്, അല്ലാഹു ഞാൻ നിന്റെ റസൂലിന് കൊടുക്കുന്ന ബൈഅത്താണ്, എന്റെ ഈ ഹിജ്റ സ്വീകരിക്കണമേ. അങ്ങനെ അവിടെ കിടന്നതിന് അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പൊ അള്ളാഹു മദീനയിൽ ഇരിക്കുന്ന റസൂലിന് വഹി ഇറക്കുകയാണത്. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി, ആരെങ്കിലും അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പുറപ്പെടുകയും സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, അങ്ങനെ അവന് മരണം സംഭവിക്കുകയും ചെയ്താൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവന്റെ പ്രതിഫലം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. എത്രയെന്ന് പറഞ്ഞിട്ടില്ല, അവന്റെ പ്രതിഫലം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. കാരണം നമ്മൾ ജീവിച്ചു വളർന്ന സ്ഥലം വിട്ട് അള്ളാഹ്ക്ക് വേണ്ടി പോകാൻ ചില്ലറ കാര്യമല്ല അല്ലെ. ചില സഹാബികളൊക്കെ പോകാൻ നേരത്ത് കുടുംബക്കാര് പറഞ്ഞു, നിന്റെ എല്ലാ സമ്പത്തും ഇവിടെ തന്നിട്ട് വേണമെങ്കിൽ നീ മുഹമ്മദിന്റെ അടുക്കിലേക്ക് പോയിക്കോ അല്ലെ. അവര് പറഞ്ഞെന്താ, സമ്പത്തൊക്കെ നിങ്ങൾ എടുത്തോളി, ആദർശമാണ് വലുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ ആദർശത്തിന് വേണ്ടിയാണ് അവര് നാടും വീടും ഇഷ്ടപ്പെട്ട എല്ലാം വിട്ടുപോയത്. അബൂബക്കർ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹു ഒക്കെ മദീനയിലേക്ക് ചെന്ന ഉടനെ അല്ലെ പ്രയാസപ്പെട്ട് കവിത ചൊല്ലിയതും മക്കയിലെ ഓരോ സ്ഥലങ്ങളെ പറ്റി പാട്ട് പാടിയതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം.
നബി പിന്നീട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവേ മദീനയെ മക്കയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ളതാക്കി കൊടുക്കണേ വിശ്വാസികൾക്ക്. അപ്പൊ അത്രയും ത്യാഗം സഹിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പുണ്യമുള്ള, അത് മാത്രമല്ല അത്തരക്കാർക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നു, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു അല്ലെ. ഇസ്രായേലിൽ മുൻകടന്നു പോയ മുഹാജിറുകൾ, അവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്വീകരിച്ച അൻസാരികൾ, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള സാഹോദര്യ ബന്ധമായിരുന്നു അത്. ആദർശത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അല്ലെ. പരസ്പരം ചിലപ്പോൾ കുടുംബക്കാരല്ലാത്ത നാട്ടുകാരല്ലാത്ത ആളുകൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടത്തിന്റെ അടിസ്ഥാനം എന്താ? ആദർശമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് അള്ളാഹു ഖുർആനിൽ അവരെ പുകഴ്ത്തി പറഞ്ഞു, ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും. റസൂലേ, ഭൂമികളെല്ലാം ചെലവഴിച്ചാലും നിങ്ങൾക്ക് അവരെ തമ്മിൽ അണക്കാൻ സാധിക്കൂല. അത്രയും യുദ്ധവും പോരാട്ടങ്ങളുമായി നടന്നിരുന്ന അറബികളെ അള്ളാഹ് അങ്ങോട്ട് ഇണക്കി ചേർക്കും അല്ലെ. സഹോദരങ്ങളെ പോലെ സമ്പത്ത് പകുതി കൊടുക്കുന്ന ആളുകൾ, എന്റെ സമ്പത്തിന്റെ പകുതി നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്ന ആളുകൾ, എന്റെ വീട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്ന ആളുകൾ, എന്തും സഹോദരന് വേണ്ടി നൽകാൻ തയ്യാറാകുന്ന ആൾ. അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞാണ്. അപ്പൊ ആ അങ്ങനത്തെ പുണ്യമുള്ള ഹിജ്റയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുമ്പോ ഏറ്റവും നല്ലൊരു അമലിനെ കുറിച്ചാണ്, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി. ആ പോയപ്പോ നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ തൃപ്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യലും അദ്ദേഹത്തോടൊപ്പം പ്രബോധനം നടത്തലും ആ ദീനിനു വേണ്ടി പരിശ്രമിക്കലുമായിരുന്നുവെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോയ പുണ്യം കിട്ടും. എന്നാൽ അതേ കർമ്മം വേറെ ഉദ്ദേശത്തിൽ ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാകും. ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ, ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഹിജ്റ പോയാൽ, ഔ ഇംറഅത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ മദീനയിൽ പോയാൽ, അല്ലെങ്കിൽ ഞാൻ ഏത് നാട്ടിൽ പോണ നാട്ടിൽ പോയാൽ നല്ല സുന്ദരികളായ സ്ത്രീകളെ വിവാഹം ചെയ്യാം എന്ന ഉദ്ദേശത്തിൽ പോയാലോ, അത് എന്താന്ന് പോലും പിന്നെ അന്ന് റിപ്പീറ്റ് ചെയ്തില്ല. നേരത്തെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. കാരണം ഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അതിന് ഒരു വിലയും കൊടുക്കാതെ വിശ്വാസം പറയണെന്ത്, ഹിജ്റതുഹു ഇലാ മാ, അവൻ എന്തിനു വേണ്ടി പോയോ അവനത് കിട്ടും. അത് എടുത്തു പറയാൻ പോലും കൊള്ളാവുന്നതല്ല. കാരണം നല്ല ഒരു കർമ്മം ഭൗതിക ലക്ഷ്യത്തിൽ ചെയ്തു, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ദീനിനെ പഠനം നടത്തിനെ കുറിച്ച് വളരെ പുണ്യമുള്ള കാര്യമാണ് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ അതിന് ഇറങ്ങിയാൽ തന്നെ കൂലിയാണ്. പക്ഷെ ആ ദീനി പഠനം നമ്മൾ ഭൗതിക ലക്ഷ്യത്തിൽ നേടിയാലോ, പണ്ഡിതന്മാരോട് തർക്കിക്കാനും ആളുകൾ എന്നെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ ആരെങ്കിലും ഈ ദീൻ പഠനം അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവർ ലഭിക്കൂല വിശ്വാസം പറയാം. എന്നാൽ അതേ കാര്യത്തെ നേരത്തെ പറഞ്ഞത്, ഇറങ്ങിയാൽ തന്നെ സ്വർഗം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് ഉദ്ദേശത്തിന്റെ പ്രസക്തി. നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ നിയത്ത് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്റെ മനസ്സിനോട് ഞാൻ പോരാട്ടം നടത്തിയ കൂട്ടത്തിൽ ഈ നിയ്യത്തിന്റെ വിഷയത്തിൽ ഞാൻ പോരാടിയ അത്ര വേറെ ഒന്നും ഞാൻ പോരാടിയിട്ടില്ല. കാരണം അതിങ്ങനെ എന്താണ് ഇടക്കിടക്ക് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ നിയ്യത്തിനിടക്ക് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ നമ്മൾ ഇബാദത്തുകളുടെ കാര്യത്തിൽ അതിന്റെ കർമ്മശാസ്ത്രപരമായ വിശദീകരണം നമുക്കെല്ലാം അറിയാം അല്ലെ. അപ്പൊ നമ്മള് ളുഹർ നിസ്കരിക്കുമ്പോൾ അസറിന്റെ നിയ്യത്ത് നിസ്കരിച്ചാൽ ളുഹർ ശരിയാവും. ളുഹറിന്റെ ഉദ്ദേശം തന്നെ നിസ്കരിച്ചാലേ ളുഹർ ശരിയാവുള്ളൂ. അതുപോലെ തന്നെ ഒരാൾ ജനാബത്ത് നിർബന്ധമായ കുളി കുളിക്കാൻ പോകുമ്പോൾ നല്ല ചൂടാണ്, ജസ്റ്റ് ഒന്ന് തണുപ്പിക്കരുത് വെള്ളം വെച്ച് തലയിലൂടെ ഒഴിച്ചാല് അവന് നിസ്കാരം ശരിയാവില്ല. അവിടെ നിർബന്ധമായ കുളി, ആ ജനാബത്ത് ഉയർത്താനുള്ള കുളി എന്ന ഉദ്ദേശത്തിന്റെ കുളിക്കണം. അപ്പൊ കർമ്മശാസ്ത്രപരമായ മേഖലയിലൊക്കെ ഈ ഹദീസ് വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ആത്മീയമായ ഇഖ്ലാസിന്റെ വിഷയം, അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കർമ്മശാസ്ത്രപരമായ നിയ്യത്തുകളും അതിന്റെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ആ നിയ്യത്തിന്റെ സ്ഥാനം കൽബിലാണ് അല്ലെ, പറയേണ്ട ആവശ്യം. ചില ആളുകൾ നിസ്കരിക്കും പറയും ഉസല്ലി സ്വലാത്തൽ ഇശായി അല്ലെ, ഫർള സ്വലാത്തുൽ ഇശായി അർബഅ റകഅത്ത് മുതവജ്ജിഹൻ ഇല ഖിബ്ലത്തില്ലാഹി തആല, അങ്ങനെ പറയുന്ന ആളുകൾ. എന്താണ് ഫർളായ ഇശാ നിസ്കാരം 4 റകഅത്ത് അള്ളാഹുവിന് വേണ്ടി ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, ചിലർ മഅൽ ഇമാമി എന്ന് പറയും അല്ലെ. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഉദ്ദേശം? മഹല്ലുഹുൽ ഖൽബ്, കൽബിലാണെന്ന് വരേണ്ടത്. അപ്പൊ നമ്മളവിടെ
ഇശാസ്കാരന് പോയി നിൽക്കുമ്പോൾ നമ്മളെ കൽബിലുണ്ടാണെന്ത്, ഞാൻ ഇശാ നിസ്കരിക്കാൻ പോണത് ആളുകളെ കാണിക്കാൻ അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചാൽ മനസ്സിലുണ്ടായാൽ മതി. അല്ല നമ്മൾ അള്ളാഹുവിന് അങ്ങോട്ട് ട്യൂഷൻ കൊടുക്കുന്ന മാതിരി അങ്ങനെ എണ്ണി പറയേണ്ട ആവശ്യമില്ല. അത് ഏതോ ആളുകള് എന്താണ് ഇസ്ലാമിലേക്ക് പുതിയ ആളുകൾ വന്നപ്പോഴോ മറ്റോ ഒക്കെ ആ വിഷയം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി വെച്ചതാണെന്ന് പറയപ്പെടാറുണ്ട്. അഥവാ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പറയാം. പിന്നെ അവസാനം എന്തായി, അതൊരു കർമ്മമായി മാറുകയും ചെയ്തു. അല്ല ഇസ്ലാമിയുടെ സഹാബത്തിന്റെ കാലത്ത് മുൻഗാമിയുടെ കാലത്തൊന്നും അങ്ങനെ ഒരു നിയ്യത്ത് എണ്ണി പറയുന്ന രീതിയിൽ. അപ്പൊ നിയ്യത്തിന്റെ സ്ഥാനം കൽബിലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായത്. കാരണം കൽബ് എന്ന് പറഞ്ഞാൽ എന്താ, ലമാ സുമ്മിയൽ കൽബു ഇല്ലാമിൻ തഖല്ലുബി, കൽബ് ഇങ്ങനെ മാറി മറിയുന്ന സാധനമാണ്. അപ്പൊ നമ്മളെ കൽബ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. നരകത്തിൽ ആദ്യം പോകുന്ന 3 ആളെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാണത്? ഒന്നാരാ? ഒന്ന് പണ്ഡിതനാണ് അല്ലെ, പണ്ഡിതനും മൂത്തുകാരനുമാണ്. രണ്ടാമത്തെ ആരാ? ഷഹീദാണ്, രക്തസാക്ഷിയാണ്. മൂന്നാമത്തെ ആരാ? വലിയ ധർമ്മിഷ്ഠനാണ്. എന്താണ് അവർക്ക് പ്രശ്നം പറ്റിയത്? പ്രവർത്തനത്തിൽ വന്ന കുറവാണോ? പ്രവർത്തനത്തിൽ വന്ന പ്രശ്നമാണോ? എവിടെ പ്രശ്നം വന്നത്? നെയ്യത്തിലാ പ്രശ്നം വന്നു അല്ലെ. ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് പറയുമ്പോൾ 3 തവണ ബോധരഹിതനായി വീണു എന്ന് ചരിത്രത്തിൽ കാണാം. അവരൊക്കെ പേടിച്ചൊരു വിഷയമായിരുന്നു. പണ്ഡിതനോട് ചോദിക്കും, നിനക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, നിനക്ക് ദീനിന്റെ അറിവുകൾ നൽകി, എന്ത് ചെയ്തു? അപ്പൊ അദ്ദേഹം പറയും, ഞാൻ ഖുർആൻ ഓതി പഠിപ്പിച്ചു, ഇൽമ് തേടി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അല്ലാഹു പറയും, കദബത്, നീ കളവാണ് പറയും. അതൊക്കെ നീ ചെയ്തത് ലിയുഖാല അൻക ആലിം ഔ ഖാരി, നീ വലിയ പണ്ഡിതനും മൂത്തുകാരനുമാണെന്ന് പറയപ്പെടാൻ വേണ്ടിയല്ലേ. ഫഖദ് ഖീൽ, അതൊക്കെ പറയപ്പെട്ട് കഴിഞ്ഞു, നിന്റെ പ്രതിഫലം ദുനിയാവത്തിന്റെ കിട്ടി. അവനെ നരകത്തിലേക്ക് ഇടാൻ പറയും. രണ്ടാമത്തെ ആളോട് ചോദിക്കും, നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നൽകി, നീ എന്താണ് ചെയ്തത്? അപ്പൊ അദ്ദേഹം പറയും, ഖാതൽതു ഫീക ഹത്താ ഖുതിൽത്, അല്ലാഹുവേ ഞാൻ നിന്റെ മാർഗ്ഗത്തിൽ പോരാടി ഷഹീദായ ആളാണ്. അല്ലാഹു പറയും, കദബ്ത് ഖാതൽത ലിയുഖാല അൻക ജരീ ഫഖദ് ഖീൽ, നീ യുദ്ധം ചെയ്ത് നിന്നെ കുറിച്ച് നല്ല ധീരനാണ്, നല്ല വീരശൂര പരാക്രമി എന്ന് പറയപ്പെടാനും വേണ്ടിയാണ്. ഫഖദ് ഖീൽ, ആ ദുനിയാവിൽ പറയപ്പെട്ട് കഴിഞ്ഞു. അയാളോട് അയാൾ നരകത്തിലാണ് അല്ലാഹു മലക്കുകളോട് പറയും. മൂന്നാമത്തെ ജവാദ്, ധർമ്മിഷ്ഠനാണ്. അദ്ദേഹത്തോട് ചോദിക്കും, നിനക്ക് അല്ലാഹ് ഞാൻ ഒരുപാട് സമ്പത്ത് നൽകി, അനുഗ്രഹങ്ങൾ നൽകി, നീ എന്താണ് ചെയ്തത്? അദ്ദേഹം പറയും, അല്ലാഹുവേ നീ നൽകിയ സമ്പത്ത് ഒരുപാട് ഞാൻ ചെലവഴിച്ചു നിന്റെ മാർഗത്തിൽ. അപ്പൊ അല്ലാഹ് പറയണത്, കദബ്ത്, നീ അതൊക്കെ ചെലവഴിച്ചത് ജവാദ്, നീ നല്ല ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടാനും വേണ്ടിയാണ്, ആളുകൾ നിന്നെ പ്രശംസിക്കാനും വേണ്ടിയാണ്. ഫഖദ് ഖീൽ, അത് ദുനിയാവിൽ പറയപ്പെട്ടു. ആലോചിക്കില്ല, ആദ്യം തന്നെ നരകത്തിലേക്ക് ഇടുന്ന 3 ആളുകൾ ചില്ലറക്കാരല്ല. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന, റസൂലേ ഞാൻ നിസ്കരിക്കാൻ നിൽക്കും, നിസ്കാരം തുടങ്ങിയ അള്ളാഹ്ക്ക് വേണ്ടിയാവും, പക്ഷെ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കാണുമ്പോൾ ഞാൻ എന്താക്കും, ഒന്ന് ഉഷാറാക്കി നിസ്കരിക്കും. അപ്പൊ അതിന്റെ വിധി എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോ സൂറത്ത് അൽ-കഹ്ഫിലെ അവസാനത്തെ ആയത്ത് ഇറങ്ങി. എന്താണ് ആയത്ത്? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. എന്താണ് ആയത്ത് പറയുന്നത്? നബിയെ പറയുക, ഞാൻ നിങ്ങളെ പോലുള്ള മനുഷ്യൻ മാത്രമാകുന്നു, എന്റെ പ്രത്യേകത അള്ളാഹു എനിക്ക് വഹി നൽകി എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കലും, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കലും, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലും, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടലും, അള്ളാഹു അല്ലാത്തവർക്ക് എന്തെങ്കിലും ഇബാദത്ത് അർപ്പിക്കലും എത്രത്തോളം ഗൗരവമാണോ അത്രത്തോളം ഗൗരവം തന്നെയാണ് എന്തും നമ്മള് അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള അമല് ചെയ്യാം. പരലോകത്തെത്തുമ്പോൾ അള്ളാഹു പറയും, അന അഗ്ന ശുറകാഇ അനി ശിർക്ക് മൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർകഹു, ഞാൻ എല്ലാ പങ്കുകാരിൽ നിന്നും ധന്യനാകുന്നു,
ഏതെങ്കിലും ഒരു അമലുമായിട്ട് ഈ സ്ഥലത്താരെങ്കിലും ഈ പരലോകത്താരെങ്കിലും വന്നിട്ടുണ്ട്, അവൻ വേറെ ആരെങ്കിലും എന്റെ കൂടെ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെയും അവന്റെ പങ്കാളികളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. അവരോട് പറയപ്പെടും അത്രേ, നിങ്ങൾ ആരെ പ്രശംസയും പ്രീതിയും തേടിക്കൊണ്ട് പ്രവർത്തിച്ചോ അവരടുക്കൽ പോയിട്ട് നിങ്ങൾ പ്രതിഫലം കാക്ഷിച്ചു കൊള്ളുക. അല്ലാഹു രക്ഷിക്കുമാറാവും. അന്നേ ദിവസം ഒരാൾക്കും സഹായിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മള് ഒരുപാട് അമലുകൾ ഉണ്ട് കരുതി ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെയാണ് ഏത് വിഷയത്തിലും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഹദീസ് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ അമലിനെ പുനഃപരിശോധിക്കണം. നമ്മള് നിസ്കാരമാണെങ്കിലും മറ്റു കർമ്മങ്ങളാണെങ്കിലും ദഅവത്താണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോട് കൂടി അമല് ചെയ്യാനാണ് അള്ളാഹുവിനോട് കൽപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ റിസ്ക് അള്ളാഹുവാണ് നൽകുന്നത്, നമ്മുടെ ജീവൻ അള്ളാഹുവാണ് ഉറപ്പെടുത്തുന്നത്, നമ്മുടെ മരണം അള്ളാഹിന്റെ കയ്യിലാണ്, നമ്മുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹിസാബ് അള്ളാഹുവാണ് നടത്തുന്നത്, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അള്ളാഹുവാണ് നൽകുന്നത്. ആ അള്ളാഹുവോടൊപ്പം ഒരു കാര്യവും നമ്മുടെ ഉറപ്പെടുത്തിയിട്ടില്ലാത്ത ലാ യംലികു ലഹു നഫ്അൻ വലാ ദർറ വലാ ഹയാതൻ വലാ മൗതൻ വലാ നുശൂറ, ഒരു ഉപകാരമോ ഉപദ്രവമോ ജീവിതമോ മരണമോ ഉയർത്തെഴുന്നേൽപ്പോ ഒന്നിനും ഒരു പങ്കുമില്ലാത്ത മനുഷ്യന്മാരെ നമ്മൾ അള്ളാഹു പങ്കു ചേർത്താൽ പിന്നെ എന്താണ് ഇതിൽ അർത്ഥമുള്ളത്? അതോടൊപ്പം നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, അല്ലെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബിയോട് പറഞ്ഞത്, മസീഹു ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങളെ പേരിൽ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ടെന്ന്. റിയാ, അല്ലെ? അശ്ശിർകുൽ ഖഫി. അത് നമ്മൾ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ വരിക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉപമിച്ചത് കറുത്ത പുതപ്പിലേക്ക് ഇങ്ങനെ ഉറുമ്പ് വരുന്നത് പോലെ വരുന്നു. അപ്പൊ അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥന പതിവാക്കുക. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വ അന അഅലം വഅസ്തഗ്ഫിറുക അല്ലാഹുമ്മ ലിമാ ലാ അഅലം. നമ്മളെല്ലാവരും പഠിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട്, അല്ലെ, അല്ലാഹു റബ്ബുൽ ആലമീനായ അത്യുന്നതനായ മഹാനായ നമ്മുടെ റബ്ബായ അള്ളാഹുവിൽ നിസാരന്മാരായ മഖ്ലൂക്കുകളെ അറിഞ്ഞുകൊണ്ട് പങ്കു ചേർക്കുന്നതിൽ അള്ളാഹു എന്നോട് കാവല ചോദിക്കുന്നു. എന്നാൽ അറിയാതെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർക്ക് പൊതുവെ പ്രശംസ ഇഷ്ടമാണ്, അല്ലെ? നമ്മളാരെങ്കിലും ഒന്ന് പൊക്കി പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. സന്തോഷമില്ലാത്തവരാരുണ്ടോ? നമുക്ക് എല്ലാവർക്കും നമ്മളാരെങ്കിലുമൊക്കെ പ്രശംസിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് അള്ളാഹുവേ, അറിയാതെ ഇവരേക്ക് പുറത്തിരണ്ട്. കാരണം മനുഷ്യന്മാരാണ്, നമ്മളാരും മലക്കളല്ല. അറിയാതെ വന്നാൽ റബ്ബെ പുറത്തിരണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കാതെ ഒരാൾ നമ്മളെ പുകഴ്ത്തി പറഞ്ഞാൽ അത് ഇതിൽ പെടുവോ? അത് ഇതിൽ പെടുവോ? നമ്മള് ഒരു കർമ്മം ചെയ്തപ്പോ നമ്മൾ ആളുടെ പ്രശംസ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് അവർ നമ്മളെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. അപ്പൊ അത് ഇതിൽ ഉൾപ്പെടുമോ? അതിൽ പെടൂല. കാരണം അതിനെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക ആജിലു ബുശ്റൽ മുഅ്മിൻ, അത് മുഅ്മിനീങ്ങൾക്ക് ചിലപ്പോൾ ദുനിയാവിൽ അല്ലാഹ് കൊടുക്കുന്ന, പെട്ടെന്ന് കൊടുക്കുന്ന ഒരു സന്തോഷമാണ്. അയാളത് ആഗ്രഹിച്ചിട്ടില്ല, അയാൾ അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ ആളുകൾ അയാളെ പുകഴ്ത്തി പറഞ്ഞു, അല്ലെങ്കിൽ രണ്ടാളെ അയാളെ പ്രശംസിച്ചു. പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത് വല്ലാതെ പ്രശംസ കൂടുമ്പോൾ നമ്മൾ എന്ത് പറയണം? നിർത്താനും പറയണം, അല്ലെ? ഒരു സഹാബിയെ വേറെ സഹാബി വല്ലാതെ പുകഴ്ത്തി പറഞ്ഞപ്പോ മൂന്ന് പ്രാവശ്യം പറഞ്ഞു, നിന്റെ സഹോദരന്റെ കഴുത്ത് വെട്ടിയതുപോലെ ആയല്ലോ, വല്ലാതെ പുകഴ്ത്തി പറയല്ലേ. കാരണം ഉള്ളിൽ ഉജുബോ അല്ലെങ്കിൽ കിബറോ വന്നാ കഴിഞ്ഞു കാര്യം. അപ്പൊ വല്ലാതെ പുകഴ്ത്തോട് നമ്മൾ പറയണെന്ത്? അത് കൂടുതൽ പറയണ്ട, അത് നിർത്താതെ പറയണം. പക്ഷെ പറഞ്ഞു പോയാൽ അതൊരിക്കലും ഒന്നില്ല, നമ്മളെ തെറ്റല്ല. അതുപോലെ തന്നെ അപ്പൊ നമ്മളോട് പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലാഹുമ്മ, എന്താണ്? അല്ലാഹുമ്മ ഇജഅൽനി ഖൈറൻ മിമ്മാ യظنون വഗ്ഫിർലി മാ ലാ യഅലമൂൻ, അല്ലേ? വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ. അല്ലാഹു എന്നെ അവര് പറഞ്ഞതിനേക്കാൾ നന്നാക്കണേ, അവരറിയാത്ത കുറെ കുറവുകൾ എനിക്കുണ്ട്, അതെനിക്ക് നീ പുറത്തിരണേ. അവര് പുകഴ്ത്തി പറഞ്ഞതിന് നീ എന്നെ പിടികൂടുകയും ചെയ്യരുത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ അമലുകളിലെ
ഉദ്ദേശം നന്നാക്കുക എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മ പഠിപ്പിക്കുന്നത്. വളരെ നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളിലും ഉദ്ദേശങ്ങളിലും ഒക്കെ ബന്ധപ്പെടുന്ന ഒരു ഹദീസാണ്. ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം. അബീ ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉമർ റളിയല്ലാഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ഞാൻ കേട്ടു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാവുന്നു. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എല്ലാവർക്കും അവൻ എന്താണ് ഉദ്ദേശിച്ചത് അതേ ലഭിക്കുകയുള്ളൂ. ഫമൻ കാനത ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെയെങ്കിലും ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന് അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോയതിന്റെ പുണ്യമുണ്ട്. വമൻ കാനത ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും ഹിജ്റ പോയാൽ, അവ ഇംറഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ നല്ല സുന്ദരികളായ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച് ഹിജ്റ പോയാലോ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റ അവൻ എന്തിനു പോയോ അതിനുള്ളതാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഒന്നും ഉണ്ടാവില്ല. റവാഹുൽ ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹദീസാണ്. അള്ളാഹു നമുക്ക് ഇഖ്ലാസോട് കൂടി അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവസാനം ആഖിറത്തിലൊന്നും ഇല്ലാത്ത ആളുകളായി മാറാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അമലുകൾ ചെയ്യാനും അത് നാളെ റബ്ബിന്റെ അടുക്കൽ അത് നേടിയെടുക്കാനും അതിന്റെ പുണ്യം നേടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ അറിയാതെ വന്നു പോകുന്ന ശിർക്കും അതുപോലെയുള്ള മറ്റ് ലോകമാന്യവും ഒക്കെ അള്ളാഹു പുറത്തിരുമാറാകട്ടെ. നമ്മുടെ ഖൽബിനെ അള്ളാഹു ശുദ്ധീകരിക്കുകയും ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ അറിവുകേടുകൾ കൊണ്ടുവരുന്ന പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. وصلى الله على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.